അങ്ങനെ ഗോപി സുന്ദർ പാവം വീണ്ടും ഒറ്റയ്ക്കായി. സങ്കടവും വിഷമവും ഒന്ന് സഹിക്കാൻ വയ്യാതെ, രണ്ടും ഒരേ വാക്കാണെന്ന് തോന്നുന്നു, സങ്കടവും വിഷമവും. ഓക്കെ, സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കൂടെ ഉള്ളവരൊക്കെ കൈവിട്ട് പോയെന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റോളികൾ ഇങ്ങനെ കമൻ്റ് ഇട്ട് തീർക്കുകയാണ്, അർമാദിക്കുകയാണ്. ഇങ്ങനെ ഈ അസൂയ മൂത്തവരാണ് കമന്റ് ഇടുന്നത്. അതായത് ഒന്നിൽ തൃപ്തി അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് ഈ ഒരെണ്ണത്തെ തന്നെ. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് തന്നെ എനിക്കറിയാമോ? 50 വയസ്സിന് മുകളിൽ വരുന്നു തോന്നുന്നു. ആ ഫോട്ടോ കണ്ടാൽ ഇത് ചുള്ളനായിട്ട് അടിപൊളി സുന്ദരനായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം ധന്യ പറഞ്ഞ പോലെ ഇപ്പം അതിന് 6.8K ലൈക്കുണ്ട്. കമൻറ്റ്, നിരവധി കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകൾ നോക്കിയാൽ നമുക്കറിയാം ഈ മലയാളികളുടെ പലതരത്തിലുള്ള ചിന്താഗതിയുള്ള മലയാളികളുടെ ഒരു കൂടിച്ചേരലാണ് ഗോപി സുന്ദറിൻ്റെ ആ ഫോട്ടോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ. പല ടൈപ്പ് ഓഫ് കമൻറ്റുകളാണ്. സംഗീതത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പിന്നെ പലരും. ഭൂരിഭാഗം കമൻറ്റുകളും കണ്ടാൽ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, അത് നീ ഇങ്ങനെ സുഖിച്ചിരുന്ന് ജീവിക്കണം, ഞങ്ങൾ ഒന്നിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ചിലർ ഇതുവരെ പെണ്ണ് കിട്ടാത്തവരുമുണ്ട്. അതായത് ഈ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ആളുടെ അതിനോട് ഒരു 30 കഴിഞ്ഞിട്ട് ഒരെണ്ണം പോലും ഒത്ത് കിട്ടാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പല ടൈപ്പ് ഓഫ് മലയാളികളെ നമുക്കിതിൽ കാണാൻ പറ്റും. ഭൂരിഭാഗം പേരും ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ കമന്റ് നമുക്ക് വായിക്കാം. വായിച്ചോ? പേര് പറയണോ? ഒരാൾ ഇട്ടേക്കുന്ന കമന്റാണ്, ദൈവം കൊടുത്ത നല്ലൊരു ജീവിതം നശിപ്പിച്ച വിഡി. അതിന് ഗോപി സുന്ദർ മറുപടി കൊടുത്തിട്ടുണ്ട്, നാരായണ നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്നെക്കുറിച്ച്? ഐ ലവ് മൈ ലൈഫ്, ഐ ആം ലീവിങ് എ ഹാപ്പി ലൈഫ്, നോ ഹ്യൂമൻ ക്യാൻ ഈവൻ ഇമാജിൻ. ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്തറന്നെ, എന്തോന്നടേ ഇതൊക്കെ, അയാളുടെ ജീവിതം ജീവിക്കട്ടെ, നീ പുണ്യാളനായി ജീവിക്കൂ. അതിനിടയ്ക്ക് ഹിന്ദുവല്ലേ നീ വിശ്വസിക്കുന്ന ദൈവത്തെ സ്വഭാവം ഒന്ന് ചികഞ്ഞു നോക്കിയേ, അതിന്റെ ഇടയ്ക്കും ഒക്കെ കൊണ്ടുവരുന്നു. പിന്നെ അടുത്ത, അയാൾ ആരെയും ബലാത്സംഗം ചെയ്യുന്നില്ല, ആരെയും പീഡിപ്പിക്കുന്നില്ല, മറ്റു ചിലരെ പോലെ ഒളിച്ചും പാത്തുമല്ല ലിവിങ് ടുഗദർ, അയാൾക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യകതയുമില്ല, എന്നിട്ടും അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അതൊരു പോയിന്റാണ്. അത് വെച്ച് ഞാൻ പറയാം, ഗോപി സുന്ദർ ഉറപ്പായിട്ടും ആരോടും, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകളോടൊന്നും ലൈഫ് ടൈം റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കില്ല, അതൊരു ഡേറ്റിംഗ് പോലെയാണ് അവർ 14 വർഷം അയാളോടൊപ്പം. അതെ, പക്ഷെ അതിൽ ഉള്ളൊരു കാര്യം പറയാം. ഇപ്പൊ ഈ പുള്ളി പറയുന്നു പുള്ളി ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു തീർക്കുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. പക്ഷേ അതൊരിക്കലും മറ്റൊരാളുടെ സങ്കടത്തിന് കാരണമാകരുത്. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ സന്തോഷം ലക്ഷ്യം എന്ന് പറയുന്നത് അവരവരുടെ സന്തോഷമാണ്. പക്ഷെ അതൊരിക്കലും മറ്റൊരാൾക്ക് സന്തോഷം പകർന്നില്ലെങ്കിലും അവർക്ക് ദുഃഖം പകരരുത് എന്നുള്ളതാണ്. ഇപ്പൊ അഭയുടെ കാര്യം എടുത്താൽ, അഭയുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അദ്ദേഹം ജീവിക്കുന്ന സമയത്താണ് അഭയുമായി പാരലൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. ഒരാൾക്ക് എത്ര ബന്ധമാകാം എന്ന് അവരവരുടെ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ബന്ധം വേണോ കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതുകൂടി ഒരു പ്രധാന കാര്യമാണ്. പ്രത്യേകിച്ചും വിവാഹിതനാണ്, കുട്ടികളുണ്ട്, 2 മക്കളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു ഫാമിലി സെറ്റപ്പാണ്. അദ്ദേഹത്തിന് ഫാമിലി സെറ്റപ്പ് വേണ്ടെങ്കിൽ അതിൽ നിന്ന് വേറിട്ട ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുക്കാം. പക്ഷേ ആ പാർട്ട്ണർ ഒരു പാർട്ട്ണറിൽ ജീവിക്കുകയും എൻ്റെ പാർട്ട്ണർ എന്നോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറോടൊപ്പം ഇരുന്നു കൊണ്ട് മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പം രണ്ടുപേരും അങ്ങനെ മൾട്ടിപ്പിൾ സെപ്പറേറ്റ് ആയി എനിക്കൊരു ജീവിതം വേണം, നിനക്കും ഒരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം പോകാം. കാരണം ഇവിടെ സെപ്പറേറ്റ് ആയി, നീ ഇപ്പോൾ എൻ്റെ ആരുമല്ല, ഞാൻ നിൻ്റെ ആരുമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് ജീവിക്കാം. ഇപ്പൊ അമൃത സുരേഷ് 14 വർഷത്തിന് ശേഷമാണ് ഗോപി സുന്ദറുമായുള്ളൊരു ജീവിതം. അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ആ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ പിന്നീട് ഞങ്ങൾ 2 പേർക്ക് മനസ്സിലായി ഇത് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിരിഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും 2 പേരും, ഗോപി സുന്ദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഇപ്പോൾ കമന്റുകളിൽ വരുന്നത് പോലെ. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അങ്ങനെയല്ല ധന്യ. ഈ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അവർ പറയുന്നത് നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന്
അവർ ഒന്നിച്ച് ജീവിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു, വീഡിയോ കോൾ വിളിച്ച് നമുക്ക് സംസാരിക്കാം ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത്. പക്ഷെ ആ സമയത്തൊന്നും ഒരാളിൻ്റെ എല്ലാ രീതിയിലും നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുമോ എന്നറിയില്ലായിരിക്കും. ചിലപ്പോൾ ചില മാനറിസം, ചില ഹാബിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചെറിയ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ആ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു അട്രാക്ഷൻ ഇല്ലാതായി പോകുന്ന പോയിന്റ്സ് ഉണ്ട്. ഈ വിവാഹ ജീവിതങ്ങളിൽ നമുക്ക് വിവാഹം ചെയ്ത് ജീവിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തെല്ലാം ദോഷവശങ്ങളുണ്ട്, നമുക്ക് പൊരുത്തപ്പെടാനാവാത്ത എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടെങ്കിലും വിവാഹം കുടുംബം എന്ന ചട്ടക്കൂടിനുള്ളിലാകുമ്പോൾ നമ്മളത് സഹിക്കും. നമ്മൾ മീൻസ് നമ്മളും ഓപ്പോസിറ്റുള്ള ആൾ, രണ്ടു കൂട്ടരും സഹിക്കും. ചിലപ്പോൾ ഒരാളായിരിക്കും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരാൾ സഫർ ചെയ്തായിരിക്കും ഇതിനോടൊപ്പം ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹാബിറ്റ് മതി, എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. പക്ഷേ ഇവർ ഒരു കണ്ടീഷനിലാണ്, നമുക്ക് കുറച്ച് നാൾ ഒന്നിച്ച് പോയി നോക്കാം, ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതാണ് ഈ ഡേറ്റിംഗ് ചെയ്തിട്ട് വിവാഹത്തിലേക്ക് കിടക്കുന്ന ഒരു രീതിയിൽ ഒരു കുറച്ച് നാൾ, ഒരു 3 മാസമെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും ഒന്നിച്ച് എല്ലാ രീതിയിലും അവരുടെ ഒരു ഹാബിറ്റും ജീവിത രീതിയും ശൈലിയും സംസാര രീതി, സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട്, പുരുഷന്മാരോടുള്ള ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. 2 വ്യക്തികൾ ഒന്നിച്ച് പോകുമ്പോൾ സ്മൂത്ത് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സമയം അത്രയും നമുക്ക് പറ്റുന്ന ഒരാളായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒന്നിച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്നാൽ അതാണ്, അത് നമ്മൾ ഒന്നിച്ച് കുറേ നാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ 2 പേർക്കും അത് ഓക്കെ ആണോ എന്നറിയാം. ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നത് അറിയുമോ? ഒരാൾക്ക് മറ്റേയാൾ ഓക്കെയും ഒരാൾക്ക് അത് ഓക്കെ അല്ലാതാകുമ്പോഴാണ് ഒരാൾ വേദനിക്കുന്നത്. പക്ഷെ അത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഗോപി സുന്ദർ ആ ഒരു ലെവലിലാണ് ഈ ബന്ധങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് തോന്നുന്നത്. ബന്ധങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ചിലപ്പോൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയി. അവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു നീണ്ട കാലത്തെ 14 വർഷത്തെ ബന്ധം. ഇപ്പോൾ തന്നെ ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇത് ചർച്ച, അത് അവരുടെ സ്വകാര്യ ജീവിതമല്ലേ? ഇല്ല, എന്റെയോ ധന്യയുടെ ജീവിതം സ്വകാര്യ ജീവിതം പോലെ അല്ല. ഇവരൊക്കെ സെലിബ്രിറ്റീസ്, അവരുടെ ജീവിതം അവരായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ജീവിതം തുറന്നു കാണിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ചർച്ചയാക്കുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിട്ടല്ല, പകരം ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പകർത്തുന്നോ ഇല്ലതോ എന്നല്ല, നമ്മൾ അതിനെ ആ ഒരു രീതികളെ എങ്ങനെ ഉൾക്കൊള്ളുന്നത്. ഈ ഗോപി സുന്ദറിന്റെ ലൈഫാണ്. ഗോപി സുന്ദർ ചെയ്യുന്നത് ശരിയോ തെറ്റോ, അത് അദ്ദേഹത്തിന്റെ സന്തോഷം. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സങ്കടപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് അവർ തമ്മിലുള്ള ഒരു റിലേഷന്റെ ഭാഗമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഈ പൊതുവേ പഠിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. നാട്ടുകാർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മൾ അത് ചെയ്താൽ അവരെന്ത് വിചാരിക്കും. നാട്ടുകാർ വല്ലതും പറയും. കൊച്ചിലെ നമ്മളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഇങ്ങനെയാണ്, നീ അങ്ങനെ ചിരിച്ചാൽ നാട്ടുകാർ പറയും, നീ ഇങ്ങനെ ജീവിച്ചാൽ നാട്ടുകാർ പറയും. എല്ലാം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇതിലാണ്. നാട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ ഈ എല്ലാ ആൾക്കാരും നമ്മളെ കുറിച്ച് നല്ലത് മാത്രം പറയുമെന്ന് തന്നെ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു കാര്യം എടുക്കാം. എന്റെ അമ്മയുടെ ഒരു സഹോദരിയുണ്ട്, എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന, വിദ്യാഭ്യാസത്തിൽ അങ്ങ് അറ്റമാണ്. ഗസറ്റഡ് പോസ്റ്റിൽ ഇരുന്നിട്ട് റിട്ടയർഡ് ആയതാണ്. ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എല്ലാത്തിലും, അതായത് വേറെ ആരുടെയല്ല, എൻ്റെ അമ്മ പ്രസവിച്ച ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള കുറ്റം കണ്ടുപിടിക്കലാണ്, ഇടപെടലിനപ്പുറം കുറ്റം കണ്ടുപിടിക്കലാണ് ഇവരുടെ മെയിൻ പണി. അപ്പോൾ ഞാൻ ജേർണലിസം പഠിച്ചപ്പോൾ തന്നെ ഇവർക്കത് ഇത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിന്ന് എനിക്ക് ജേർണലിസം പഠിക്കണം. അങ്ങനെ ജേർണലിസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി ജോലി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ജോലിക്ക് പോയപ്പോൾ എന്നെ വലിയ രീതിയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ പല സംസാരങ്ങളും എൻ്റെ അമ്മയോട് ഫോൺ വിളിച്ചു അല്ലാതെയൊക്കെ എന്നെ അഴിച്ചു വിട്ടിരിക്കുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതി. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് 2 മക്കളാണ്. 2 മക്കളും പഠിച്ചു. മൂത്ത മോൻ ബാംഗ്ലൂർ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽഡായി. മകൾ കല്യാണം കഴിച്ച് ബാംഗ്ലൂർ സെറ്റിൽഡായി. അപ്പോൾ മകൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരിടത്താണ് നിൽക്കേണ്ടത്, ഇത് കുടുംബം നശിക്കുന്ന രീതിയാണ്, ഇങ്ങനെ 2 ഇടത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് അവരുടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് അവരുടെ പരാതി. അപ്പോൾ ഇവരുടെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മകൻ ബാംഗ്ലൂരും മരുമകൾ എറണാകുളത്തുമാണ്.
അപ്പോൾ അവിടെ അവർക്ക് കുറ്റമില്ല. അവിടെ അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. കാരണം മരുമകൾ ഇവിടെ ആയുർവേദ ഡോക്ടറാണ്, അവള് ഇവിടെ പഠിക്കുകയാണ്. അപ്പൊ അവൾക്ക് പഠിക്കണം, അവർക്ക് ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ ഞാൻ അവരുമായിട്ട് എനിക്കെന്തോ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കാണുമ്പോൾ തന്നെ, നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പുച്ഛവും കുറ്റവും ഒക്കെ ആയതുകൊണ്ട് നമ്മളത് വഴിക്കങ്ങ് സഞ്ചരിക്കാതെ ഗതികെട്ടൊരു ദിവസം ഞാനങ്ങ് പ്രതികരിച്ചു. നിവൃത്തിയില്ലാതെ പ്രതികരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് വേണ്ടി പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും, എൻ്റെ അമ്മ ഒരു ടീച്ചറും കൂടെയാണ്, പക്ഷേ മക്കളെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ അത് അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു അമ്മയല്ല. ഇതെല്ലാം കേട്ട് വച്ചിട്ട് ഇവരിവിടെ 10 കാര്യം പറയുമെങ്കിൽ 15 കാര്യമായിട്ട് കുറ്റമായിട്ട് നമ്മുടെ തലയിലേക്ക് വെക്കുന്ന ഒരു നിർഭാഗ്യവശാൽ ഒരു കുലസ്ത്രീ അമ്മയായി പോയി എൻ്റെ അമ്മ എന്ന് പറയാം. ധന്യ കുലസ്ത്രീയാണോ? ഇടയ്ക്കൊക്കെ ആവാറുണ്ട്, പൂർണ്ണമായും അല്ല എന്ന് നിഷേധിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ ആകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോപി സുന്ദറിന്റെ ജീവിതം അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അതായത് എൻ്റെ ലൈഫാണ്, ആ ലൈഫ് എങ്ങനെ ജീവിക്കണം, അത് നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ അല്ല തീരുമാനിക്കേണ്ടത്, വഴി പോകുന്ന കമന്റോളികളോ അല്ല തീരുമാനിക്കേണ്ടത്, എവിടെയെങ്കിലും ഇരുന്ന് മുഖമില്ലാത്തവന്മാരോ അല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ ജീവിതം ഒരു ലൈഫേ ഉള്ളൂ, അതെങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. തെറ്റും ശരിയും ഇവിടെ ഇല്ല. ഞാൻ ചെയ്യുന്നതാണ് ശരി, എൻ്റെ ശരി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റാണ് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, കാഴ്ചക്കാരുടെ കാര്യം വേറെ. അതെ, ഇപ്പൊ എൻ്റെ ശരി ഒരിക്കലും അത് ധന്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതെ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കണം. പിന്നെ ധന്യയുടെ ബന്ധുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അത് അവിടെ ചെലവാകും. അവരുടെ ആ ഇടപെടലുകൾ നിങ്ങൾ തുടക്കം മുതലേ അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് അത് ഇത്രയധികം കാട് കയറിയത്. അത് തുടക്കത്തിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറഞ്ഞു വിലക്കിയിരുന്നെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ അച്ഛൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. കാരണം എന്ത് കാര്യത്തിലും ഇവർ അഭിപ്രായം പറയാൻ വന്നാൽ എൻ്റെ അച്ഛൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യിക്കണമെന്നറിയാം. തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ പറയും അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറയും. പക്ഷേ അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് അത്രത്തോളം ഒരു വോയിസ്, ഞാൻ പറഞ്ഞില്ല അമ്മ ഒരു കുലസ്ത്രീയാണ്. അപ്പം ഇപ്പോഴും താലിയാണ് ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ വിവാഹവും താലിയും കുഞ്ഞുങ്ങളുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അതിൽ നിന്ന് എൻ്റെ അമ്മ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വന്നിട്ടില്ല, മുന്നോട്ടും പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിൽക്കുകയാണ് എൻ്റെ അമ്മ. താലിക്കും കുട്ടിക്കും ഭർത്താവിനും എല്ലാം അവരവരുടെ സ്പേസ് ഉണ്ട്, ആ ഇമ്പോർട്ടൻസും ഉണ്ട്. അതെ, ഇപ്പോഴും അമ്മ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അമ്മ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനൊപ്പം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗോപി സുന്ദർക്ക് ഭാഗ്യം ചെയ്ത ഈ കമന്റ് ഇടുന്നവർക്കൊന്നും അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതം എന്താണ്, ഞാൻ നിൽക്കുന്നവർ വിഷമിക്കുന്നുണ്ടാവും. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടായിരിക്കും ആ ലൈഫിലോട്ട് കിടക്കുന്നത്. ഞാനിത് നോക്കും, എനിക്ക് ഓക്കെ അല്ലെങ്കിൽ അതിൽ കഴിച്ചു തൂങ്ങി നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫാണെങ്കിലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും അതിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആ എല്ലാ കാര്യങ്ങളും ഇപ്പൊ 14 വർഷം ഒരാളോട് ജീവിച്ച കൊണ്ട് കാലാവധി ഇത്രയും കൂടിപ്പോയത് കൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കണം എന്നൊന്നും ചിലപ്പം ചിന്തിക്കുന്നില്ല. ദീർഘകാലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഡൈവോഴ്സ് ചെയ്യുന്നവരോട് ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഈ കാലത്ത് എന്തിനാണ് ഡൈവോഴ്സ് ചെയ്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പം പക്ഷെ അങ്ങനെയല്ല, എത്ര കാലം കഴിഞ്ഞാലും ഇനിയെങ്കിലും ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേർപിരിയുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. എന്തായാലും കളിയാക്കുന്നവരോട്, ഗോപി സുന്ദറിനെ കളിയാക്കുന്നവർ ഒറ്റയ്ക്ക് ഒരു ലൈഫ് വെച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാതെ കുറെ ചട്ടക്കൂടുകളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി മാന്യന്മാരാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കുടുംബങ്ങളിൽ ഒതുങ്ങി മാന്യതയുടെ ഒരു മുഖപടം മൂടി നിൽക്കുന്നവരാണ് ഗോപി സുന്ദറിനെ വിമർശിക്കാൻ കൂടുതലായി എത്തുന്നത്. എത്ര വിമർശിച്ചാലും ഗോപി സുന്ദർ ബന്ധങ്ങൾ വേർപിരിയലും ഇതൊന്നും നമുക്ക് ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് വ്യക്തികൾ മാറുന്നതനുസരിച്ച് ബന്ധങ്ങളുടെ രീതിയും എല്ലാം മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു ജനറലായിട്ട് സംസാരിച്ച് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഗോപി സുന്ദർ അല്ല, അദ്ദേഹത്തിന്റെ ജീവിതം ആഘോഷമാക്കട്ടെ.